Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Prayer പറഞ്ഞോട്ടോ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാശക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. താങ്ക് യു മിസ്. Thought of the day. Hard work beats talent when talent does not work hard. Thank you, ma'am. ഇത്രയും കുട്ടികളാണോ സാറിന്റെ ക്ലാസ്സിൽ സാധാരണ കയറാറ്? അല്ല മാം, ഇന്നലെ കേറിയിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര്. നോർമലി കേറാറുണ്ട് സാറിന്റെ ക്ലാസ്സിൽ. ഓക്കെ, ടൈം ആവുന്നുള്ളതായിരിക്കും അല്ലേ? ഓക്കെ, നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്റർ ഏതാന്ന് ഓർമ്മയുണ്ടോ? യൂണിറ്റ് 3 സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഇമോഷണൽ ഡെവലപ്മെന്റ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ് മാത്രം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. എല്ലാവരും ഒന്ന് പേജ് നമ്പർ 45 ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ. ഓക്കെ, നമുക്കറിയാം കുട്ടികളുടെ എങ്ങനെ ഇമോഷൻസ്, കുട്ടികൾ കുറച്ച് സിവിയർ ആയാലും ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കുന്നത് ഇപ്പൊ കരച്ചിലായാലും സന്തോഷമായാലും നമ്മളെ പോലെയല്ല, കുറച്ചുകൂടി അതവർ എക്സ്പ്രസ് ചെയ്യും, നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടാണ് അവര് ഓരോ കാര്യങ്ങളും പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ കരച്ചിലാണെങ്കിൽ കരഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല അവര്, അല്ലെ? അതേപോലെ ചിരിക്കാണെങ്കിലും അവര് എന്താ പറയാ, ലോകമൊക്കെ മറന്ന് ചിരിക്കും, നമ്മൾ ചുറ്റുപാടൊന്നും നോക്കില്ല. ഹാപ്പി ആണെങ്കിൽ അവർ നല്ല രീതിയിൽ ചിരിക്കും. കരയാണെങ്കിലും അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് കുറച്ച് എന്താ പറയാ, മോർ റെഗുലർലി അവരുടെ ഇമോഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും, അല്ലെ? ചിലപ്പോ നല്ല രീതിയിൽ കളിച്ച് ചിരിച്ചിരിക്കുന്ന കുട്ടിയായിരിക്കും, ജസ്റ്റ് ഒന്ന് അമ്മ മാറുമ്പോഴേക്കും കരയുന്നത് കാണാം, അല്ലെ? പെട്ടെന്നായിരിക്കും കരച്ചിൽ വരുന്നത്. ആ കരച്ചിൽ ഒരു ചോക്ലേറ്റ് കൊടുത്ത് അപ്പം മാറും. ചോക്ലേറ്റ് എന്തെങ്കിലും സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു കരച്ചിൽ എന്ത് ചെയ്യും, മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കുട്ടികളില് ആ ഒരു ഏജില്, ഏർലി ചൈൽഡ്ഹുഡില് എന്താണ് ഇമോഷൻസിന്റെ ഒരു ടൈം ഓഫ് ഡിസിക്വിലിബ്രിയം ആണ്. ഒരു ഇക്വിലിബ്രിയത്തിലല്ല അവരുടെ ഇമോഷൻസ്, എപ്പോഴും ഇമോഷൻസ് വന്നുകൊണ്ടേയിരിക്കും. സിംപ്ലി അക്രോസ് ടു ഇമോഷണൽ ഇറക്ഷൻസ് അവർക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു ടൈം പീരീഡിൽ. ദെൻ കുട്ടികളിൽ കണ്ടുവരുന്ന ഇമോഷൻസ് ഏതൊക്കെയാണ്? അവർക്ക് ദേഷ്യം വരാറുണ്ട്, അല്ലെ? കുഞ്ഞു കുട്ടികളൊക്കെ ആവുമ്പോൾ അവർക്ക് ദേഷ്യം വരാറുണ്ട്. ഇത് ഫിയർ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ചില ഇരുട്ട്, ചില ലൗഡ് സൗണ്ട്. കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ ചിലപ്പോ ഫാൻ കാണുന്നത് പേടിയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ്, ഇപ്പൊ മിക്സിയുടെ സൗണ്ട് ചിലപ്പോ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പേടി ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നെന്താണ്, കുക്കറിന്റെ സൗണ്ട്, ചില സൗണ്ട്സ് ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോക്രോച്ച്. ഓക്കെ, കോക്രോച്ച് വലിയ ആൾക്കാർക്കും പേടിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ കുട്ടികൾക്ക് എന്താണ് ഈ ഇമോഷൻസ് വരാനുള്ള സിവിയർ ആയിട്ടാണ് ഇമോഷണാലിറ്റി കുട്ടികളിൽ കാണുന്നത്. മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുകയാണെങ്കിൽ, പ്രീ സ്കൂൾ ഇയേഴ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഏർലി ചൈൽഡ്ഹുഡിൽ ഇമോഷൻസ് അപ്പിയർ മോർ റെഗുലർലി ആൻഡ് മോർ സിവിയർലി. ഈ കുട്ടികളിൽ ഇമോഷൻസ് സിവിയർ ആയിട്ടായിരിക്കും അപ്പിയർ ആകുന്നത്. റെഗുലർ ആയിട്ട് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കരച്ചിലായിരിക്കും, കുറച്ചു നേരം കഴിയുമ്പോൾ അവരത് ചിരിക്കുന്നത് കാണാം. അവർ ആ ഒരു കരഞ്ഞ കാര്യമേ മറന്നിട്ടുണ്ടാവും. അവരെന്തിനാ കരഞ്ഞെന്ന് പോലും മറന്നിട്ടുണ്ടാവും.
പെട്ടെന്ന് കളിച്ച് ചിരിച്ചിരിക്കുന്ന കുട്ടിയായിരിക്കും. ജസ്റ്റ് നമ്മളൊന്ന് മാറുമെങ്കിൽ പെട്ടെന്ന് ഒന്നും ചെയ്തിട്ട് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ വെറുതെ ഇരുന്ന് കരയുന്നതാണ്. നമ്മൾ പേടിച്ചിട്ട് വരും, അയ്യോ കുട്ടിനെ എന്തെങ്കിലും ഉറുമ്പ് വല്ലതും കടിച്ചോ, എന്തുകൊണ്ട് കരയുന്നത്, നമുക്ക് തന്നെ ഡൗട്ട് ആവും അല്ലെ. എന്തിനാ കരഞ്ഞെന്ന് അറിയാൻ പറ്റില്ല, അവർ വെറുതെ ഇരുന്ന് കരഞ്ഞതായിരിക്കും. അപ്പൊ നമുക്ക് എന്താ അവർ കരഞ്ഞതിന് കാരണം അറിയണ്ടേ. നമ്മൾ നോക്കുമ്പോ ഒരു കുഴപ്പമില്ല, നമ്മൾ ചെന്നൊന്ന് ഹഗ് ചെയ്യുമ്പോ അല്ലെങ്കിൽ എടുത്തു കഴിയുമ്പോ അവർ ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇമോഷൻസ് മേ ബി എക്സ്പ്രസ്ഡ് ഇൻ റിലേഷൻ ടു കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. നമ്മള് ഇത് ഒബ്ജക്ട്സില് എന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. ചിലപ്പോ ഒരു ബോള്, രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, അല്ല ഒരാൾക്ക് വലിയ ബോൾ കൊടുത്തു, ചെറിയ ആൾക്ക് ചെറിയ ബോള് കൊടുത്തേ. ജസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ അവരെന്ത് ചെയ്യും, ചെറിയ കുട്ടി എന്ത് ചെയ്യും, ആ ബോള് വേണ്ടാന്ന് പറയും, ആ വലിയ ബോള് വേണമെന്ന് പറയും. പക്ഷെ വേണ്ടാന്ന് പറഞ്ഞാൽ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒബ്ജക്റ്റിനോട് ആ ദേഷ്യം അവനങ്ങനെ പ്രകടിപ്പിക്കും. ഇമോഷൻസ് ടെമ്പററി ആണ്, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും, ക്വിക്ലി ഷിഫ്റ്റ് ചെയ്യും ഇമോഷൻസ്. നമ്മളാണെങ്കിലും കുട്ടി പെട്ടെന്ന് കരഞ്ഞു കഴിഞ്ഞാല് നമ്മളൊന്ന് എടുത്ത് പുറത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചു കഴിയുമ്പോഴേക്കും ആ കരച്ചിലും കാര്യങ്ങളൊക്കെ മാറും, അവര് ഹാപ്പി ആവും. നമ്മള് എന്താ പറയാ, അവർക്ക് കാരണങ്ങളൊന്നും വേണ്ട. ഇന്റൻസിറ്റി ഓഫ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് സ്റ്റിമുലേസ്. അവർക്ക് സ്റ്റിമുലേസ് വേണ്ട, ഇമോഷൻസ് വരാനായിട്ട് കാരണങ്ങൾ ഒന്നും ഇല്ല. കാരണങ്ങളില്ലാതെയും അവരിൽ ഇമോഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താ പറയാ, സങ്കടമായാലും സന്തോഷമായാലും കുട്ടികൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും അവരത് എക്സ്പ്രസ് ചെയ്യും. ചിൽഡ്രൻസിന് ഇമോഷൻസ് ഹൈഡ് ചെയ്യാൻ അറിയോ? ഇല്ല അല്ലെ. അവര് ഭയങ്കര പ്യുവർ ഹാർട്ടഡ് ആണ്. കുട്ടികളിൽ കള്ളമില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. എന്താ വെച്ചാല് കുട്ടികൾക്ക് ഇമോഷൻസ് എന്ത് അറിയില്ല, ഹൈഡ് ചെയ്യാനായിട്ട് അറിയില്ല. ബട്ട് എക്സ്പ്രസ് ദം ഇൻഡയറക്ട്ലി. ചിലപ്പോ അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അറിയും, സങ്കടം വന്നാലും അവർക്ക് അറിയും. എന്നുവെച്ചാൽ അവര് അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഇൻഡയറക്ട്ലി ആയിരിക്കും. അവർ സോറി കേട്ടാ, ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ്. കുട്ടികളില് അവര് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻഡയറക്ട്ലി ആണ്. അവര് ദേഷ്യം വന്നാലും അവര്, ഞാൻ പറഞ്ഞു, കരയും, സങ്കടം വന്നാലും കരയും. അവര് നമ്മളോട് ഡയറക്ട്ലി ആയിരിക്കില്ല ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ നെയിൽ ബൈറ്റിങ്, അവർക്ക് ഫിയർ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നെയിൽ എന്ത് ചെയ്യും, ബൈറ്റ് ചെയ്യും. പേടി വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നെയിൽ ബൈറ്റ് ചെയ്യും. പിന്നെന്താണ് തം സക്കിങ് എന്ന് വെച്ചാല് അമ്മനെ കാണാതെ സാധാരണയായിട്ട് കുട്ടികൾ ചെയ്യുന്നൊരു എന്താണ്, അവരെ അമ്മനെ കാണുന്നില്ല എന്നുള്ള ഒരു സങ്കടം കൊണ്ട് അവരെന്ത് ചെയ്യും, ഈ തമ്പ് സക്ക് ചെയ്യും. അപ്പൊ എല്ലാ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പറയും, ആ കുട്ടിക്ക് വിശക്കുന്നു,
അമ്മ എടുക്കുക, അല്ലെങ്കിൽ അവരോട് പറ കൊച്ചിന് എന്താണ് ഭക്ഷണം കൊടുക്കാന്ന് പറയും. ജസ്റ്റ് അവര് അമ്മയുടെ അടുത്തേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, തമ്പ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തിനെയോ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒബ്ജക്ട്സോ കാണുമ്പോൾ സ്പീച്ച് ഡിഫിക്കൽറ്റീസ് വരും. പുതുതായിട്ട് ഒരാളെ കാണുമ്പോൾ കുട്ടികൾക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫിക്കൽറ്റീസ് ആണ് ഇത് സ്പീച്ച് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്. സംസാരിക്കാൻ പറ്റില്ല, അവരിങ്ങനെ നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും. അത് ജസ്റ്റ് നമ്മള് വീട്ടില് നല്ല രീതിയിൽ എന്താ സംസാരിക്കുന്ന കുട്ടിയായിരിക്കും, പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിയുമ്പോൾ ഒന്നും സംസാരിക്കാത്തത്. അതും അവരിലെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന ഒരു വേറെ രീതിയാണ്. അവർക്ക് ചിലപ്പോ നല്ല സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തിനെ കണ്ടപ്പോൾ ഉള്ള ഭയം കൊണ്ടായിരിക്കാം അങ്ങനെ അവർ പ്രകടിപ്പിക്കുന്നത്. ഇമോഷണൽ ഡെവലപ്മെന്റ് കുറച്ച് സിവിയർ ആണ്. ഏർലി ചൈൽഡ്ഹുഡിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് സിവിയർ ആണ്. അതൊരു ഡിസിക്ലിബ്രിയത്തിലാണ്, ഇക്ലിബ്രിയത്തിലല്ല. നമ്മളൊക്കെ എന്താ പറയുക, ഇമോഷൻസ് ഇക്ലിബ്രിയം ആണെന്ന് പറയും. പക്ഷെ കുട്ടികളിൽ ഡിസിക്ലിബ്രിയം ആണ്. അവർക്ക് സിംപ്ലി അക്രോസ് ടു ഇമോഷണൽ കറപ്ഷൻസ്, എപ്പോഴും ഇമോഷണൽ ഇറപ്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇമോഷണാലിറ്റി സിവിയർ ആണ് ചൈൽഡ്ഹുഡില്. പെട്ടെന്ന് ദേഷ്യം വരും, ഭയങ്കര ചിലപ്പോൾ ഭയം കൂടുതലായിരിക്കും. അൺറീസണബിളി ഔട്ട്ബേസ്റ്റ് ഓഫ് ജലസി. ഇപ്പൊ നമ്മൾ രണ്ട് കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കും. മൂത്ത ആളെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഹഗ് ചെയ്യുമ്പോഴേക്കും ഇളയ ആളെ എവിടെ നിന്നാണ് എന്ന് അറിയില്ല, ഓടി വന്ന് അവളെക്കാളും മുമ്പ് നമ്മൾ അവനെ ഹഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരും. ജസ്റ്റ് ഒരു ജലസ്ഥിര ഇതായിട്ട് ബേസ് ആയിട്ട്. ഇനി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്, ഇമോഷൻസ് എങ്ങനെയാണ് കൂടുതലും മോർ റെഗുലർലി ആൻഡ് സിവിയർലി കുട്ടികളിൽ ഇമോഷൻസ് അപ്പിയർ ആവും. കുട്ടികളിപ്പോ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അവര് ഇമോഷൻസ് ചിലപ്പോ ഒബ്ജക്ട്സിൽ എക്സ്പ്രസ് ചെയ്യും. എന്നുവെച്ചാൽ അവർക്ക് കയ്യിലുള്ള എന്നുവെച്ചാൽ അവരെന്താണോ പ്രകടിപ്പിക്കുന്നത്, അപ്പൊ ആ ഒരു രീതിയിൽ അവർ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അവർ കയ്യിലുള്ള എന്താണോ അതെടുത്ത് കളയുക ചെയ്യും. ടെമ്പററി ആണ്, പെട്ടെന്ന് ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ കരയുന്നത് നമുക്ക് കാണാം. അപ്പോ അവർക്ക് ഇമോഷൻസ് വരാനായിട്ട് സ്റ്റിമുലേസ് ഒന്നും വേണ്ട, കാരണങ്ങളൊന്നും വേണ്ട, പെട്ടെന്നായിരിക്കും ഇമോഷണൽ ഇറപ്ഷൻസ് ഒക്കെ വരുന്നത്. അതേപോലെ കുട്ടികൾക്ക് എന്താണ് ഇമോഷൻസ് ഹൈഡ് ചെയ്യാൻ അറിയില്ല. എന്നുവെച്ചാൽ അവർ എക്സ്പ്രസ് തന്നെ ചെയ്യും. അവരുടെ ഇമോഷൻസ് കുട്ടികൾ എന്ത് ചെയ്യും, എക്സ്പ്രസ് തന്നെ ചെയ്യും. ഓക്കെ, ഇമോഷൻ ഡെവലപ്മെന്റ് ഈ 5 പോയിന്റ്സ് ഒരാൾ വായിക്കുമോ? പറഞ്ഞോ, അല്ല ആദ്യം മുതല് വായിക്കട്ടെ. വായിച്ചോ. Emotional development. Emotions are especially severe during early childhood. This is a time of disequilibrium when children are not of focus in the scene, that they are simply aroused to emotional eruptions. The severe emotionality in childhood is identified by temper tantrums, intense fear, and unreasonable outburst of jealousy. The following are the chief characteristics of emotions during preschool years. First one, during early childhood, emotions appear more regularly and more severely. Second, emotions are expressed in relation to concrete objects. Third, emotions are temporary. The child shifts his emotions very quickly. Fourth, emotional expressions in early childhood are severe, irrespective of the intensity of the stimulus. Fifth, children fails to hide their emotions but expresses them indirectly through various activities like us crying, nail biting, thumb sucking, and speech difficulties. മിസ്, എന്റെ മോള് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ വലിച്ചെറിയുക ചെയ്യുന്നത്. ഓക്കെ, അത് ഓരോ കുട്ടികളും എക്സ്പ്രസ് ചെയ്യുന്ന രീതിയായിരിക്കും. ചെറിയ കുട്ടികൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കരയും. ആൾക്കിപ്പോ 2 വയസ്സായിട്ടേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ദേഷ്യമാണ്. കയ്യിലിരിക്കുക എന്ത് സാധനം തൊട്ടടുത്തുണ്ടോ അത് വലിച്ചെറിയും. ദേഷ്യം കൊണ്ട് മാത്രമാണോ അങ്ങനെ എറിയുന്നത്? ദേഷ്യം വരുമ്പോ മാത്രമേ എറിയത്തുള്ളൂ.
അല്ലാതെ ജസ്റ്റ് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റോ കാര്യങ്ങളൊക്കെ എറിയുന്നുണ്ടോ? അങ്ങനെ കൂടുതലും ആളുടെ ടോയ്സ് ആണ് എറിയാറ്. പിന്നെ പെൻസില്, സ്കെയില് അങ്ങനെയുള്ള സാധനങ്ങൾ. അതൊക്കെ ഇങ്ങനെ കിട്ടി 2 വയസ്സുള്ള മൂത്ത ആളുടെ കുട്ടിയുടെ സാധനങ്ങളുണ്ടല്ലോ, ആളുടെ പെൻസിലും സ്കെയിലും ഒക്കെ ഉണ്ട്, അതൊക്കെ അറിയാം. ഓക്കെ. അപ്പൊ അത് നോർമൽ ആണ്, എല്ലാ കുട്ടികളിലും ഉള്ളതാണ്. നമ്മൾ ടെൻഷൻ ഒന്നും അടിക്കില്ല. അവര് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതികളാണ് ഈ പറഞ്ഞത്. ഇനി ശരിക്കും ഇൻഫന്റ് ആയിരിക്കുന്ന സമയത്ത് ആരായിട്ടായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ ബോണ്ട് ഉള്ളത്? ഒരു ഇമോഷണൽ ടൈപ്പ് അമ്മയുടെ കൂടെ അമ്മയാണ്. എന്താ പറയാ, ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ഇമോഷണൽ ടൈപ്പ് അല്ലെങ്കിൽ ഇമോഷണൽ ബോണ്ട് എന്ന് പറയുന്നത്. കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിന് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ആര്? അമ്മമാര്. ശരിക്കും ഇപ്പോ ഭയങ്കരമായിട്ടൊരു ഇതായിരിക്കും, ബോണ്ടായിരിക്കും അല്ലെ അമ്മയും കുട്ടിയും തമ്മിൽ എന്ന് പറയുന്നത്. ഒരു 3 years വരെയും അമ്മയും കുട്ടിയും മാത്രമാണ് അവരുടെ ലോകത്ത്. അമ്മയും കുട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അവർ കാണുന്നത് ആരെയാണ്? അമ്മേനെയാണ്. അപ്പൊ അതേപോലത്തെ ഫുൾ ടൈം അവരൊപ്പം ആരുണ്ട്? അമ്മയുണ്ട്. അപ്പൊ അവരൊരു ഇമോഷണൽ ബോണ്ട് ആരായിട്ട് കൂടുതലായിരിക്കും? അമ്മമാരായിട്ടായിരിക്കും. ഓക്കെ. ഇനി നമ്മളൊരു 3 വയസ്സൊക്കെ കഴിയുമ്പോൾ നഴ്സറിയിലോ പ്ലേ സ്കൂളിലൊക്കെ കുട്ടീനെ ചേർക്കില്ലേ? ആ സമയത്ത് ഈ ബോണ്ട് ഒന്ന് ബ്രേക്ക് ആവും അല്ലെ? അപ്പൊ കുട്ടികൾ നമ്മൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ അല്ലെങ്കിൽ അങ്ങനെ നഴ്സറിയിലെ കുട്ടീനെ കൊണ്ടുവന്നാക്കിയിട്ട് മാറി വെക്കുമ്പോ കുട്ടി ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കില്ലേ? അതെന്തുകൊണ്ടാ? കുട്ടിക്ക് അമ്മേന്ന് സെപ്പറേഷൻ ഫീൽ ചെയ്തു, അമ്മനെ കാണുന്നില്ല, അതുകൊണ്ടുള്ളൊരു വിഷമം. അല്ലെങ്കിൽ അമ്മനെ കാണാതെ ആവുമ്പോ വലുത് ഫിയർ ആണ് കുട്ടികളിൽ കാണുന്നത്. അതാണ് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്ത് ആൻസൈറ്റി ആണ്? സെപ്പറേഷൻ ആൻസൈറ്റി. അമ്മേനെ കുട്ടിയുടെ അടുത്ത് നിന്ന് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ കുട്ടീനെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റുമ്പോൾ കുട്ടികളിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ് സെപ്പറേഷൻ ആൻസൈറ്റി. ഞാൻ 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യമാണല്ലോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അത്രയും വയസ്സൊന്നും വേണ്ട, ഒരു 1 year ഒക്കെ അല്ലെങ്കിൽ ഒരു 8 months ഒക്കെ മതി. കുറെ നേരമായിട്ട് അവർക്ക് ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ മുതൽ അമ്മ അവരുടെ അടുത്ത് നിന്ന് മാറിക്കഴിയുമ്പോൾ ഈ സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യും. കുട്ടികൾക്ക് സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യും. നമ്മളുടെ ലൈഫിൽ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നല്ല കളിച്ച് ചിരിച്ചിരിക്കുകയായിരുന്നു, അപ്പോഴായിരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കുട്ടീനെ ഇപ്പോ നമ്മുടെ അനിയത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തോ ഹസ്ബൻഡിന്റെ അടുത്തോ ആരെങ്കിലും അടുത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാറിയിട്ടുണ്ടാവും. നമ്മളൊന്ന് എന്തെങ്കിലും കാര്യത്തിന് മാറിയിട്ടുണ്ടാവും. അപ്പൊ മുതൽ കുട്ടി കരയും. കരച്ചില് പിന്നെ നിർത്തില്ല. ചിലപ്പോ നമ്മൾ പോയി വരുമ്പോഴേക്കും ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ അമ്മ പറയും, നീ പോയപ്പോ തുടങ്ങിയ കരച്ചില, ഇത്രയും നേരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അതെന്തുകൊണ്ടാ? അവർക്ക് സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്തു. അവർ ഏറ്റവും സേഫ് ആണെന്ന് കരുതുന്ന പ്ലേസ് ആണ് എവിടെ? നമ്മുടെ അടുത്ത്. നമ്മളുടെ ആ ഒരു സെക്യൂരിറ്റിയിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ അവർ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് നമ്മളെയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അപ്പൊ കുട്ടികളില് അമ്മേനെ നിന്ന് മാറി നിൽക്കുമ്പോ അമ്മ തന്നെ ആവണമെന്നില്ല കേട്ടോ. ഇന്നിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്മമാരെക്കാൾ കൂടുതൽ ഗ്രാൻഡ് പാരന്റ്സ് ആണ് കുട്ടികളെ നോക്കുന്നത് അല്ലെ. ജസ്റ്റ് ഒന്ന് കേരളത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും കുട്ടികളില് കൂടുതലും ഇപ്പോ പാരന്റ്സ് ഒക്കെ എവിടെയാണ്? പുറം രാജ്യത്താണ്. ഓക്കെ. അപ്പൊ കുട്ടികൾ വളരുന്നത് ഒരു 3-4 വയസ്സ് വരെയും വളരുന്നത് എവിടെയാണ്? കേരളത്തിലും. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ആണ് ഈ കുട്ടികളെ നോക്കുന്നത്. അപ്പൊ ഈ ഗ്രാൻഡ് പാരന്റ്സ് ജസ്റ്റ് ഒന്ന് മാറുമ്പോഴോ ഗ്രാൻഡ് പാരന്റ്സിനെ കണ്ടില്ലെങ്കിലോ ഈ കുട്ടികളിൽ എന്താണ്? ഈ ഒരു ആൻസൈറ്റി വരും. മെയിനായിട്ട് മദറാണ്, പ്രൈമറി കെയർ ഗീവറിനാണ് ആ ഒരു ഇതുള്ളത്. അവരിൽ നിന്ന് മാറുമ്പോൾ കുട്ടികളിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് സെപ്പറേഷൻ ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൻസൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. കുട്ടികൾ കരയും, പിന്നെ തമ്പ് സക്കിയും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അമ്മനെ കാണാതെ ആവുമ്പോൾ മുതൽ തമ്പ് സക്കിയാൻ തുടങ്ങും. തമ്പ് സക്കിയതുകൊണ്ടേ കരയും ചില കുട്ടികൾ. അപ്പൊ അങ്ങനെ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി പ്രകടിപ്പിക്കാറുണ്ട്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എൻ്റെ മോള് ജനിക്കുന്നത് കോവിഡിന്റെ സമയത്താണ്. കോവിഡ് 2021 ആ ഒരു ടൈമിലാണ്, 21-ലാണ് മോള് ജനിക്കുന്നത്. സോ
ആള് ജനിച്ച സമയത്ത് ഒരു 21 ആ ഒരു സമയത്ത് നമ്മൾ എവിടെയും പോകില്ല അല്ലെ, ഫങ്ഷൻസിനൊന്നും പോകില്ല. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് റിലേറ്റീവ്സ് ആരും വരില്ല, ഗസ്റ്റ് ആരും വരില്ല. നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സ് അങ്ങനെയായിരുന്നു അല്ലെ, കോവിഡ് സമയത്ത് ഫുള്ളും ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്ത്. അപ്പോ അവൾ ജനിച്ചത് ആ കോവിഡിന്റെ സമയത്താണെങ്കിലും അത് കഴിഞ്ഞിട്ടും ഒരുപാട് നാളത്തേക്ക് വീട്ടിലേക്ക് റിലേറ്റീവ്സ് ആരും വരികയായിരുന്നു. കാരണം കുഞ്ഞിക്കുട്ടിയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളും അങ്ങനെ ആരും വരുന്നുണ്ടായിരുന്നില്ല. അവർക്കറിയാം കോവിഡാണ്, പുറത്തുനിന്ന് ഒരാൾ വന്ന് കാണണ്ട എന്നുള്ള കാണണമെന്നൊക്കെ വിചാരിച്ചിട്ട് ആളുടെ അടുത്തേക്ക് ആരും വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവള് സ്ട്രേഞ്ചേഴ്സിനും ഫ്രണ്ട്സിനും തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാല് റിലേറ്റീവ്സ് ഒക്കെ വന്നു തുടങ്ങി. കോവിഡ് ഒക്കെ മാറി, ലോക്ക്ഡൌൺ ഒക്കെ മാറി, നമ്മള് മാസ്ക് ഒന്നും വെക്കണ്ട എന്നുള്ള നിയമമൊക്കെ വന്നു കഴിഞ്ഞപ്പോ റിലേറ്റീവ്സ് ഒക്കെ കാണാൻ വേണ്ടി വന്നു തുടങ്ങി. വിചാരിച്ചിട്ട് ആരും കണ്ടിട്ടില്ല കേട്ടോ അവളെ. അപ്പൊ കാണാൻ വന്നു തുടങ്ങിയപ്പോ മുതല് ഇവർക്ക് ഇതിൽ വരുമ്പോ മുതൽ കരച്ചിലാണ്. ഒരാള് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ കരച്ചിലാണ്. കരച്ചിൽ നിർത്തില്ല, അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവരെടുക്കാൻ സമ്മതിക്കില്ല, ഞാൻ അടുത്തുനിന്ന് മാറാൻ പാടില്ല, ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. അപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ആണ്, അവരോട് പറയാൻ പറ്റുമോ കുട്ടിക്ക് നിങ്ങളെ കണ്ട് പരിചയമില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നതെന്ന്. അപ്പോ എല്ലാവരും നമ്മളെ വന്ന് കുറ്റം പറയും, കുട്ടീനെ ഇങ്ങനെ വളർത്തിയിരിക്കണേ, ഞങ്ങളുടെ വീട്ടിലും ഇതേ പ്രായത്തില് കുട്ടികളൊക്കെ വളർന്നു വന്നിട്ടുണ്ട്, അവരൊന്നും ഇങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ വിരുന്നാര് വരുമ്പോ കരയൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറയുമായിരുന്നു. കുട്ടീനെ ഇങ്ങനെയാണ് വളർത്തുന്നത് വെച്ചിട്ട്. പക്ഷെ എനിക്കറിയായിരുന്നു അത് കാരണം എന്താണ്, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ്. കാരണം അവള് അതിക്ക് മുമ്പ് ഒരാളെ കണ്ടിട്ടില്ല, അവരുടെ വ്യക്തിനെ അവൾ കണ്ടിട്ടില്ല. അവൾക്ക് ഞങ്ങള് മാത്രമായിരുന്നു ലോകം. അപ്പൊ പെട്ടെന്ന് പുതുതായിട്ട് ആൾക്കാരെ കണ്ടു തുടങ്ങിയപ്പോ അവര് എടുക്കുമ്പോഴൊക്കെ അവർക്ക് ആ ഒരു സെപ്പറേഷൻ അല്ല, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം. അപ്പൊ സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തിനെ കാണുമ്പോൾ കുട്ടികൾ കരയും. അപ്പൊ ആദ്യമായിട്ട് കുട്ടി ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ ചിലപ്പോ ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോവില്ല. ചിലപ്പോ ആദ്യം പെട്ടെന്ന് കാണുമ്പോ ഒന്നും അവര് പോവില്ല. പിന്നെ 1-2 ദിവസം വീട്ടിൽ നിൽക്കുകയൊക്കെ ചെയ്യാണ്. റിലേറ്റീവ്സ് ആണെങ്കിൽ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവർ കമ്മിങ്കിളാവും. വേറൊരു എക്സാമ്പിൾ പറയാം. സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിയുടെ വേറൊരു എക്സാമ്പിൾ ആണ്. ഇപ്പോ നമ്മള് ഹസ്ബൻഡ് ഒക്കെ ഗൾഫിലാണ്, കുട്ടി ജനിച്ച സമയത്തൊന്നും കുട്ടിയെ കണ്ടിട്ടില്ല. ഒരു 1 ഇയർ വരെയും കുട്ടിയായിട്ടൊരു ബോണ്ടില്ല, കണ്ടിട്ടേ ഇല്ല, കുട്ടിയായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ കുട്ടീനെ മോനെ എടുക്കാനൊക്കെ അവൻ സമ്മതിക്കില്ല. ആ ഒരു 2-3 ദിവസം ആ കുട്ടി എന്ത് ചെയ്യും, അച്ഛൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഒന്ന് മാറി നിൽക്കും അല്ലെ, പേടിച്ചിട്ടൊരു ചെറിയ ഭയം കൊണ്ട് മാറി നിൽക്കും. പിന്നെ കണ്ടിന്യൂസ്ലി അവനത് കാണാണ്, അച്ഛൻ ഇവിടെ ഉണ്ട്, അച്ഛൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ എന്ത് ചെയ്യും, പതുക്കെ അടുത്തു തുടങ്ങും. അപ്പൊ ഈ കുട്ടികൾ ആദ്യം വരുന്ന ഒരു ആൻസൈറ്റി എന്ന് പറഞ്ഞത് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ്. കുട്ടികളിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തിനെയോ, സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തി മാത്രമല്ല കേട്ടോ, സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കളെ കാണുമ്പോൾ കുട്ടികളിൽ കാണുന്ന ഒരു ആൻസൈറ്റി ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്റെ വീട്ടില് മോക്കൊരു കളിപ്പാട്ടുണ്ടായിരുന്നു. ഒരു പാട്ടൊക്കെ പാടുന്ന നല്ല സൗണ്ട് ഒക്കെ ഉള്ള ലൈറ്റ് ഒക്കെ ഉണ്ട് ഒരു കളിപ്പാട്ടം. നമ്മള് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടൊക്കെ പാടും. പക്ഷെ ആ കളിപ്പാട്ടം അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ ഒരു പ്രത്യേക കളറാണ്, ബ്ലൂവും റെഡ് ഒക്കെ ആയിട്ട്. പക്ഷെ ആ ഒരു കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി അവൾക്ക്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവള് കരച്ചിലായിരിക്കുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ കരച്ചില്. പിന്നെ ഞങ്ങൾ അതെടുത്ത് മുകളിൽ വെച്ചു, അവള് കാണാത്ത രീതിയിൽ എടുത്തു വെച്ചു. കാരണം ആ ഒരു ടോയ് എന്താ പറയാ, കാണുമ്പോ തന്നെ കരച്ചില. പിന്നെ ആളിപ്പോ വലുതായി കഴിഞ്ഞപ്പോ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തു, കുഞ്ഞു ഇത് നിനക്ക് ചെറുപ്പത്തിൽ ഭയങ്കര പേടിയായിരുന്നു ഈ ഒരു ടോയ് കാണുന്നതും ഈ പാട്ടൊക്കെ കേൾക്കുന്നതെന്ന്. പക്ഷെ ഇപ്പൊ അവർക്ക് ആ ഒരു പേടിയോ ഭയമോ ഒന്നുമില്ല. കാരണം അവർ വലുതാവുന്നതിനനുസരിച്ച് അവരുടെ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ഒക്കെ കുറഞ്ഞ് വന്നോളൂ. ഓക്കെ, അപ്പോ സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കളെയോ സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികളെ കാണുമ്പോൾ കുട്ടികളിൽ കാണുന്ന ആൻസൈറ്റിനെയാണ് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ മോളുടെ കാര്യല്ലേ. അപ്പോ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോ എന്താണ്, അവള് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മള് കോവിഡ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ മാരേജ് ഫംഗ്ഷൻസ് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇതേ പ്രശ്നം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. കാരണം അവർക്ക് ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്തേക്ക് പോകുമ്പോ ഭയങ്കരമായിട്ട് ഒരു പേടിയും ഭയങ്കര കരച്ചിലും ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ആള് നമ്മുടെ വീട്ടിലെത്തിയിട്ട് കാര്യമില്ല, വീട്ടില്
എവിടെയും വിടാതെ ഇരുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ അമ്മ പറയും നിങ്ങൾ പോയിട്ട് വന്നോ, ഞാൻ നോക്കിക്കോളാം കുട്ടീനെ എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, അവളും അറിയട്ടെ, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് മാക്സിമം അവളെ പുറത്തേക്ക് തന്നെ കൊണ്ടുപോയിരുന്നു. അതേപോലെ ഫസ്റ്റ് അവളെയും കൊണ്ട് പോയ ഫസ്റ്റ് ട്രാവൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവളെയും കൊണ്ട് ഞങ്ങളൊരു അമ്പലത്തിലാണ് പോയത് ആദ്യമായിട്ട്. കോവിഡ് ഒക്കെ സമയത്ത് ലോക്ക്ഡൌൺ ആയിരുന്നു എനിക്ക് തോന്നുന്നു. 1 ഇയറിനോട് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് അമ്പലത്തിലൊന്ന് പോയത്. അപ്പൊ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ഈ വണ്ടികൾ കാണൂല റോട്ടില് വണ്ടികൾ കാണുമ്പോൾ അവൾ കരയും. അവളുടെ അടുത്തേക്ക് വണ്ടികളൊക്കെ വരുന്ന സമയത്ത് അവൾ കരച്ചിലായിരിക്കും. ഭയങ്കര കരച്ചിൽ. നമുക്ക് തന്നെ ഞങ്ങൾ തന്നെ വിഷമിച്ചു പോയി. കാരണം എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്ന് വിചാരിച്ചു ഈ ഒരു ഇൻസിഡന്റ് കാരണം അവള് വണ്ടിയുള്ള റോട്ടിലേക്ക് വരുമ്പോഴേക്കും കരച്ചില്, പ്രത്യേകിച്ച് ബ്ലോക്ക് ഒക്കെ ആവില്ലേ, ബ്ലോക്കിലൊക്കെ കിടക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. പിന്നെ നമ്മളധികം വണ്ടിയൊന്നും ഇല്ലാത്ത റോഡുകളിലേക്ക് ഒരുപാട് കൂളാണ്, അവള് കാഴ്ചയൊക്കെ കണ്ടിരിക്കും. വീണ്ടും ഇത് തന്നെ പെടുത്തായിരുന്നു. അന്ന് ഞങ്ങള് ശരിക്കും വിഷമിച്ചു പോയി. കാരണം കൊച്ചു ചെറുത് കരഞ്ഞ് ഭയങ്കര അവശതയായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വിചാരിച്ചു ഇനി പുറത്തൊന്നും കൊണ്ടുപോകില്ല എന്ന് വിചാരിച്ചു. പിന്നെ അവളെ സ്ഥിരമായിട്ട് വണ്ടികൾ കണ്ടു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ വണ്ടികൾ കണ്ട് അവൾക്ക് ആ ഭയം ഫുള്ളായിട്ട് മാറി. ഇപ്പൊ ഞങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടം അവൾക്ക് പുറത്തൊക്കെ പോവാൻ, കറങ്ങാൻ പോവാ, ട്രാവൽ ചെയ്യണതൊക്കെ അവർക്ക് ഞങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടം. അപ്പൊ അത് അവള് വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കോവിഡിന്റെ സമയത്ത് നമുക്കറിയാം ലോക്ക്ഡൌൺ ആയതുകൊണ്ടൊന്നും അധികം ട്രാവൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളാണെങ്കിലും ലോക്ക്ഡൌൺ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വരും, ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക്. അതും അധികം ദൂരമൊന്നുമില്ല കേട്ടോ. 10 മിനിറ്റിലെ ട്രാവല് എന്തെങ്കിലേ ഉള്ളൂ, 10 മിനിറ്റ് താഴെ ഉള്ളൂ ട്രാവല്. അപ്പൊ അത്രയും ദൂരം ഉള്ളൂ ആ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ അവളധികം വണ്ടികളൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെയൊക്കെ എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശമാണ്. ഒത്തിരി വലിയ വണ്ടികളൊന്നും ആ റോട്ടിൽ കൂടെ ഒന്നും പോവില്ല. അപ്പൊ അവള് വണ്ടി കാണുമ്പോഴും ഈ ഒരു പ്രശ്നം അവൾക്ക് ഉണ്ടായിരുന്നു. സ്ട്രേഞ്ച് വണ്ടിക്ക് അടുത്തേക്ക് വരുന്നത് പോലെ കാറാ വലിയ വണ്ടിയൊക്കെ കാണുമ്പോൾ തന്നെയായിരുന്നു പ്രശ്നം. അപ്പൊ ഇതെല്ലാം എന്തിന്റെ കാരണമായിരുന്നു? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ്. അപ്പൊ നിങ്ങള് നോക്കുക, കോവിഡിന്റെ സമയത്ത് നമ്മുടെ കുട്ടികളിൽ ഇങ്ങനെ എന്തെങ്കിലും ആൻസൈറ്റീസ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ വീട്ടില് വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് കുട്ടികളിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ആൻസൈറ്റി കാണുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം. ഇതാണ് ഈ ഒരു പോർഷനിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു പാരഗ്രാഫ് കേട്ടോ. The emotional tie between infant and mother is a critical factor in social and emotional development of growing child. ഒരു ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ഇമോഷണൽ ടൈ എന്ന് പറയുന്നത്. ആ ഒരു ബോണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Children exhibits sign of fear, anxiety in the presence of strange person, and the immediate reaction of the children is seeking the security of their mother. കുട്ടികള് സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ കാണുമ്പോൾ ഒരു ഫിയർ, ആൻസൈറ്റി, സ്പീച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ കാണിക്കാറുണ്ട്. പുതുതായിട്ടൊരു വ്യക്തിനെ കാണുമ്പോൾ അവർ സംസാരിക്കില്ല, അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ തന്നെ വിക്കി ആയിരിക്കും സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാ? അത് ആ പുതുതായിട്ടൊരു വ്യക്തിയായിട്ടുള്ള ഒരു വ്യക്തിയോടുള്ള ഫിയർ കൊണ്ടാണ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ സാധാരണ അവര് അമ്മയുടെ അടുത്ത് ഒരു സെക്യൂരിറ്റി സീക്ക് ചെയ്യും. അവർക്കറിയാം ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ് അവരുടെ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ അമ്മയുടെ അടുത്ത് വന്നിട്ട് ആ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് ചെല്ലും. ഇങ്ങനെ കുട്ടികളിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ കാണുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്ന ആൻസൈറ്റിനെയാണ് നമ്മൾ പറയുന്ന ഒരു പേരാണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. ദിസ് ഈസ് കോൾഡ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. അപ്പൊ സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കളെയോ വ്യക്തിനെ കാണുമ്പോൾ കുട്ടികൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. There is another source of anxiety that comes, which is known as separation anxiety. ഇനി വേറൊരു ആൻസൈറ്റി കൂടി കുട്ടികൾ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ആ ഒരു ആൻസൈറ്റി നമ്മൾ പറയുന്ന പേരാണ് സെപ്പറേഷൻ ആൻസൈറ്റി. Children will cry and feel upset when they do not find their mother. അമ്മയെ കാണാതെ ആവുമ്പോൾ അല്ലെങ്കിൽ അമ്മ കുട്ടിയുടെ അടുത്ത് മാറുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് കരയും, അല്ലെങ്കിൽ അവർ ഫീൽ അപ്സെറ്റ്, അവർക്ക് വിഷമം പോലെ അല്ലെങ്കിൽ മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കും കുറെ നേരത്തേക്ക്. അതെന്തുകൊണ്ട്? അവർ അമ്മനെ കാണാതെ ആവുമ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു ടൈപ്പ് ഓഫ് ആൻസൈറ്റി
എന്തുകൊണ്ട് സംഭവിക്കുന്നത്? സെപ്പറേഷൻ ആൻസൈറ്റി. ഏത് ആൻസൈറ്റി ആണ്? അമ്മേനെ കുട്ടി കാണാതെ ആവുമ്പോൾ കുട്ടി കരയുന്നതും അവര് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നതിനും കാരണം എന്താണ്? സെപ്പറേഷൻ ആൻസൈറ്റി ആണ്. പ്രീ സ്കൂളേഴ്സ് continue to rely on their mothers or caregiver for the approval and attention. നമുക്കറിയാം പ്രീ സ്കൂളേഴ്സ് അല്ലെങ്കിൽ 3 years മുതൽ കുട്ടികൾക്ക് എന്തൊരു കാര്യത്തിനും ആര് വേണം കൂടെ? അമ്മ അല്ലെങ്കിൽ കെയർ ഗീവർ വേണം. ഫോർ അപ്രൂവൽ ആൻഡ് അറ്റൻഷൻ, നമ്മളുടെ അപ്രൂവലിനും നമ്മുടെ അറ്റൻഷനും അവര് ആഗ്രഹിക്കുന്ന ഒരു സമയമാണത്. They exhibit their dependency by sticking to the person and crying when left with someone. അപ്പോ ഈ ഒരു ഡിപ്പെൻഡൻസി കുട്ടികളിൽ കാണാം നമുക്ക്. ഈ കുട്ടികള് നമ്മൾ മറ്റൊരാളുടെ അടുത്ത് കുട്ടികളെ ഏൽപ്പിച്ച് പോരുമ്പോ കുട്ടികളിൽ ആ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഉള്ളത് കൊണ്ടാണ് അവർ കരയുന്നത്. ഡിപ്പെൻഡൻസി ബിഹേവിയർ ഗ്രാജുവലി ഡിക്രീസ്. അവർ വലുതാവുന്നതിനനുസരിച്ച് മുതിർന്നതിനനുസരിച്ച് ഡിപ്പെൻഡൻസി ബിഹേവിയർ കുറഞ്ഞു വരും. ആസ് ചിൽഡ്രൻ ഗ്രോ ഓൾഡർ, അവർ വലുതാവുന്നതിനനുസരിച്ച് ഡിപ്പെൻഡൻസി ബിഹേവിയർ പതിയെ കുറയും. ഇനി കോമൺ ഫിയേഴ്സ് ഉണ്ട് കുട്ടികളിൽ. സാധാരണയായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ഫിയറുകൾ, ഭയങ്ങളുണ്ട്. The common fear among the children are towards loud noise. ലൗഡ് ആയിട്ടുള്ള നോയ്സ് കേൾക്കുമ്പോൾ കുട്ടികൾ ഭയങ്കര ഭയമായിരിക്കും. ഡാർക്ക്നെസ്, ഇരുട്ടിനോട് ഭയമായിരിക്കും. അനിമൽസ്, സ്ട്രേഞ്ച് പേഴ്സൺ, പ്ലേസ്, ഒബ്ജക്റ്റ്. സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിന് പ്ലേസോ ഒബ്ജക്ട്സോ കാണുമ്പോൾ കുട്ടികളിൽ എന്താണ് ഈ ഒരു ഭയം നമുക്ക് കാണാൻ പറ്റും. Children cry at one moment and the next moment they become happy. നമ്മൾ പറഞ്ഞു അല്ലേ, ഇമോഷൻസ് മോർ റെഗുലർലി ആണ്, മോർ സിവിയർലി ആണ്, അതേപോലെ ടെമ്പററി ആണെന്ന് പറഞ്ഞു. ഒരു നിമിഷം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, നെക്സ്റ്റ് മൊമെന്റ്സിൽ അവർ ഹാപ്പി ആവും നമുക്ക് കാണാൻ പറ്റും. Their emotions are transient and intense. It is voluntary too. അവരുടെ ഇമോഷൻസ് വരുന്ന സമയത്ത് കരച്ചിലൊക്കെ ആണെങ്കിൽ കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല. നമുക്കത് ഫീൽ ചെയ്തിട്ടില്ലേ? കരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ഏന്തി കരയും. കരഞ്ഞോണ്ട് ഏന്തി കരയും. വോളണ്ടറി ആണ്, എന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇമോഷൻസ് മാറി വന്നുകൊണ്ടേയിരിക്കും. ചിൽഡ്രൻസ് വേരി ഇൻ ദർ ഇമോഷൻസ്. കുട്ടികളുടെ ഇമോഷൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. This variation depends on the state of their physical health and social emotional environment at home. ഇത് ഈ ഒരു വേരിയേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കുട്ടികളിലെ ഫിസിക്കൽ ഹെൽത്തിനെയും സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വേരിയേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ നമ്മള് നോക്കിയത് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് കുട്ടികളില്. ഇമോഷണൽ ഡെവലപ്മെന്റ് ശരിക്കും പറഞ്ഞാൽ കുട്ടിയും അമ്മയും തമ്മിൽ ഒരു ഇമോഷണൽ ടൈ ഉണ്ട്, ഇമോഷണൽ ബോണ്ട് ഉണ്ട്. അവര് കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഏറ്റവും ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? മദറാണ്. അവര് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും അവരുടെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് വളരുന്നത്. സോ കുട്ടികളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആൻസൈറ്റീസ് കാണാറുണ്ട്. കോമൺ ആയിട്ട് 2 ടൈപ്പ് ഓഫ് ആൻസൈറ്റീസ് ആണ് കുട്ടികളിൽ കാണുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ, വസ്തുക്കളെയോ പ്ലേസോ കാണുമ്പോൾ കുട്ടികളിൽ കാണുന്ന ഒരു ആൻസൈറ്റി ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. നെക്സ്റ്റ് ആണ് സെപ്പറേഷൻ ആൻസൈറ്റി. അമ്മയിൽ നിന്ന് കുട്ടിയെ മാറ്റി നിർത്തുമ്പോൾ കുട്ടിയെ ഫീൽ ചെയ്യുന്ന ഒരു ആൻസൈറ്റി ആണ് സെപ്പറേഷൻ ആൻസൈറ്റി. ഈ ആൻസൈറ്റീസ് കൂടാതെ കുട്ടികളിൽ കോമൺ ആയിട്ട് മറ്റു ഫിയറുകൾ ഉണ്ട്. ലൗഡ് നോയ്സ്, ഡാർക്ക്നെസ്, അനിമൽസ്, സ്ട്രേഞ്ച് പേഴ്സൺ, പ്ലേസ്, ഒബ്ജക്ട്സ് ഒക്കെ കുട്ടികൾക്ക് കാണുമ്പോൾ ഭയമായിരിക്കും. ഇനി കുട്ടികൾ ഒരു നിമിഷം കരയുന്നത് നമുക്ക് കാണുമ്പോൾ നെക്സ്റ്റ് മൂമെന്റിൽ അവര് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർ ഇമോഷൻസ് ആൻഡ് ഇന്റൻസിറ്റി, പക്ഷെ അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് വരും പോകും. വരുമ്പോ കുറച്ച് ഇന്റൻസീവ് ആയിട്ടായിരിക്കും വരുന്നത്, കുറച്ച് എന്താ പറയാ ഭയങ്കര ഇന്റൻസ് ആയിരിക്കും. കാരണം കരച്ചിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചില കുട്ടികൾ നിർത്തില്ല. ഇനി ഇതിന്റെ വേരിയേഷൻസ് ഉണ്ട്. ഇമോഷൻസ് വേരി ചിൽഡ്രൻസ്. ഓരോ കുട്ടിയും ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് സെയിം രീതിയിലാകണമെന്നില്ല. ഇപ്പൊ ചില കുട്ടികൾക്ക് ദേഷ്യം വരുമ്പോ എന്തെങ്കിലും വലിച്ചെറിയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചില കുട്ടികൾ ദേഷ്യം വരുമ്പോഴും കരയായിരിക്കും ചെയ്യുന്നത്, ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പൊ അത് ഓരോ കുട്ടീനെ അനുസരിച്ച് ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഇനി വേരിയേഷൻ മെയിൻലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടി വളർന്നു വരുന്ന സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് അറ്റ് ഹോം.
കുട്ടിയുടെ ഹോമിലെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ ഈ ഒരു പേജ്, ഇമോഷണൽ ഡെവലപ്മെന്റ്. ചോദിച്ചോട്ടെ, ഈ സെപ്പറേഷൻ ആങ്സൈറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പം അതില് മദർ മാത്രം ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. ചില കുട്ടികൾക്ക് ഫാദറിനോടായിരിക്കും. ഗിവറിനെ ഞാൻ ഉദ്ദേശിച്ചത് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുന്നവര് സെപ്പറേഷൻ ആൻസൈറ്റി. ഇപ്പൊ ഫാദറിന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന സമയത്ത് ചിലപ്പോ കുട്ടി ഭയങ്കര കരച്ചിലായിരിക്കും. അതെ അതെ. അത് നമുക്ക് കാണാം, അതിങ്ങനെ വരും. പ്രൈമറി കെയർ ഗിവർ എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് കേട്ടോ. മദർ ഓർ പ്രൈമറി കെയർ ഗിവർ. അല്ലെങ്കിൽ കുട്ടിയായിട്ട് കുറച്ചുകൂടി കഴിയുമ്പോ നമ്മള് ഫ്രണ്ട്സിനെയും അച്ഛനെയൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി കഴിയുമ്പോ അച്ഛനെയും ഭയങ്കര ബോണ്ടാണ് അവർ തമ്മില്. അപ്പൊ അത് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അതെ അതെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ റീഡ് ചെയ്തോട്ടാ.
ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അത് നമ്മൾ പറഞ്ഞത് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. പിന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന മെയിൻ ആയിട്ട് കണ്ടുവരുന്ന രണ്ട് ആൻസൈറ്റീസിനെ കുറിച്ചിട്ട് പറഞ്ഞു. സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി. ദെൻ നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റു ഫിയേഴ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി വേരിയേഷൻ വരുമെന്ന് പറഞ്ഞു. ഓരോ കുട്ടികൾക്കനുസരിച്ചും അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ വേരിയേഷൻ വരും. അത് മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് അറ്റ് ഹോം. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1 മിനിറ്റ്. നമ്മള് അശ്വതി മിസ് ഏത് പോർഷൻ എടുത്തോണ്ടിരിക്കുന്നത് അറിയോ? ഡിഫൻസ് മെക്കാനിസമാ? ഓക്കെ, ഡിഫൻസ് മെക്കാനിസം അല്ലേ? ഓക്കെ, ഞാൻ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് എടുക്കുന്ന ചാപ്റ്റർ നീഡ് ആണ് കേട്ടോ. യൂണിറ്റ് 8 നീഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പക്ഷേ മിസ് എടുക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. പറഞ്ഞ മിസ് പറഞ്ഞിട്ടുണ്ട് നീഡ് എടുക്കാന്ന്. ഓക്കെ, മിക്കവാറും മിസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആയിരിക്കും എടുക്കുക. നെക്സ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തോ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് മെസ്സേജ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നത്. അത് നെക്സ്റ്റ് ആണ് ഡിഫൻസ് മെക്കാനിക്സ് എടുക്കുന്നത് അല്ലേ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് കഴിഞ്ഞായിരുന്നു. ഡിഫൻസ് മെക്കാനിസം ആദ്യത്തെ ഒരു പാരഗ്രാഫ് പഠിപ്പിച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എടുക്കുന്നത് നീഡ് ആയിരിക്കും കേട്ടോ. അത് പറഞ്ഞോളൂ, ജസ്റ്റ് സൂചിപ്പിച്ചാൽ മതി. ഞാൻ മിസ്സിനോട് പറഞ്ഞോളാം ഞാൻ നീഡ് എടുക്കുന്നുണ്ട്. നമ്മള് ഇനി നോക്കുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു കുട്ടി നല്ല ഹെൽത്തി ഒക്കെയാണ്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഹെൽത്തും കാര്യങ്ങളുണ്ട്, ആള് ഫിസിക്കലി ആൻഡ് മെന്റലി ഹെൽത്തി ആണെങ്കിൽ അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. സപ്പോസ് നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഫിസിക്കൽ ഓർ സഫറിങ് ഫ്രം ഫിസിക്കൽ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളിൽ ഇമോഷണാലിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും അല്ലെ? വളരെ പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് വിഷമം വരും. കാരണം അവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ്, എസ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ഉണ്ടല്ലോ, അവരിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ബാലൻസ്ഡ് ആയിരിക്കില്ല. എന്താ പറയാ, ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല, ഡിസിക്വിലിബ്രിയത്തിലായിരിക്കും. അത് പെട്ടെന്ന് സങ്കടം വരും. കാരണമില്ലാതെ സങ്കടം വരാനൊക്കെ ഉള്ള ഒരു ചാൻസ് ആ കുട്ടികളിലുണ്ട്. കാരണം അവർക്ക് സാധാരണ നമ്മൾ നോർമൽ കുട്ടികളെ പോലെ മൂവ് ചെയ്യാനോ അവരിഷ്ടത്തിന് നടക്കാനോ ഒന്നും പറ്റുന്നില്ല. സോ അവര് ഇമോഷണലി വളരെ അപ്സെറ്റ് ആയിരിക്കും. ആ കുട്ടികൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു എംപത്തറ്റിക് മൈൻഡ് ആണ് നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാല് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഓർ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ് നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കെയർ അല്ലെങ്കിൽ ഒരു എംപതിയാണ്. സോ നമ്മൾ അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. അവർ നല്ല രീതിയിൽ നമ്മള് കെയർ ചെയ്യണം. അവർക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അവരുടെ റിക്വയർമെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് അത് അവർക്ക് ആ ഒരു രീതിയിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻ ആണ് സാധാരണയായിട്ടുള്ളത്. ഹെൽത്തും ഫിസിക്കൽ ഡെവലപ്മെന്റും ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെങ്കിൽ ഈ കുട്ടികളിൽ ഇമോഷണൽ ഡെവലപ്മെന്റും എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഹെൽത്തോ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റിലോ എന്തെങ്കിലും ഇപ്പൊ ഫിസിക്കൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ സഫറിങ് ഫ്രം ഇൽനെസ്, എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഇമോഷണലി ആ കുട്ടി വളരെ അപ്സെറ്റ് ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ ഹെൽത്തി കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കുട്ടികൾ വളരെ സൈലന്റ് ആയിരിക്കും. അവർക്ക് പെട്ടെന്ന് ഇമോഷൻസ് വരും, പെട്ടെന്നായിരിക്കും ദേഷ്യം വരുന്നത്. ചെറിയ കാര്യത്തിന് പോലും അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. നമ്മളൊക്കെ ആണെങ്കിൽ ചെറിയ കാര്യം ചിലപ്പോൾ തമാശ അല്ലെങ്കിൽ നിസ്സാരെന്ന് പറഞ്ഞു വിടുന്ന കാര്യത്തിന് പോലും അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇമോഷണലി അവർ അൺസ്റ്റേബിൾ ആയിരിക്കും. സോ ഹെൽത്തും ഫിസിക്കൽ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ആണുള്ളത്. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റും വളരെ പോസിറ്റീവ് ആയിരിക്കും. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും?
അൺസ്റ്റേബിൾ ആയിരിക്കും. അവരെങ്ങനെ പ്രതികരിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഒരാൾ വായിക്കോ? ആരതി ഫസ്റ്റ് പോയിന്റ്. Okay, ma'am. Health and physical development. There is a positive relation between health and emotional development. The children weak in physical structure or suffering from illness are more emotionally upset and unstable than children who are healthy. Next point വായിക്കണം ma'am. ഓക്കെ, അപ്പോ പറയുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റും ഫിസിക്കൽ ഡെവലപ്മെന്റും തമ്മിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ ആണ് ഉള്ളത്. കുട്ടികള് ഫിസിക്കൽ സ്ട്രക്ചർ, ഫിസിക്കൽ വീക്ക്നെസ് ഉള്ള കുട്ടികളാവട്ടെ, എന്തെങ്കിലും അസുഖങ്ങളുള്ള കുട്ടികളാവട്ടെ, അവർ ഇമോഷണലി വളരെ അപ്സെറ്റ് ആയിരിക്കും, അൺസ്റ്റേബിളും ആയിരിക്കും. അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് വീക്ക് ആയിരിക്കുള്ളൂ. കമ്പയർഡ് ടു ഹെൽത്തി ആയിട്ടുള്ള കുട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കുട്ടികളിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് അൺസ്റ്റേബിൾ ആയിരിക്കും. ഇനി ഇന്റലിജൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇന്റലിജൻസ് പറയാൻ കാരണം ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളിൽ ഇമോഷണൽ കൺട്രോൾ കൂടുതലും, ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളിൽ ഇമോഷണൽ കൺട്രോൾ കുറവുമായിരിക്കും. കാരണം ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ തിങ്ക് ചെയ്യാനുള്ള പവർ കൂടുതലായിരിക്കും. അവർ തിങ്ക് ചെയ്തിട്ട് ആയിരിക്കും ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. എങ്ങനെ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെ പറയണം എന്നൊക്കെ അവർ തിങ്ക് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ലെസ് ഇമോഷണൽ കൺട്രോൾ ആയിരിക്കും. പെട്ടെന്ന് അവർക്ക് ദേഷ്യവും കാര്യങ്ങളും വരും. ആ ഒരു തിങ്ക് ചെയ്യാനുള്ള ടൈമൊന്നും അവർ എടുക്കില്ല. ആൻഡ് ഇന്റലിജന്റ് പേഴ്സൺ എന്ന് പറഞ്ഞാല് ആ കുട്ടിക്ക് റീസണിങ്ങും തിങ്കിങ് പവറും വളരെ കൂടുതലായിരിക്കും, പേഷ്യൻസും കാര്യങ്ങളും കൂടുതലായിരിക്കും. എങ്ങനെ ഓരോ സിറ്റുവേഷനിലും അവരുടെ ഇമോഷൻസ് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളത് ഈ കുട്ടികളിൽ അവർക്ക് നല്ല രീതിയിൽ അറിയാം. അവര് ചിന്തിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ തിങ്ക് ചെയ്ത് ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവര് ഇമോഷണൽ ഔട്ട് ബ്രേക്സ് വരാനുള്ള ചാൻസ് ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ പെട്ടെന്നായിരിക്കും ഇമോഷണൽ ഔട്ട് ബ്രേക്സും കാര്യങ്ങളും വരുന്നത്. പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും, പെട്ടെന്നായിരിക്കും ആ ഒരു എന്താ പറയുക, എന്ത് അവർക്ക് ഫീൽ ചെയ്യുന്നു അതേപോലെ തന്നെ അവരത് പ്രകടിപ്പിക്കും. ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ. ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ അത് എന്താണെന്ന് തിങ്ക് ചെയ്ത് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഞാനായിരുന്നെങ്കിൽ അതെങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും അവൻ പ്രതികരിക്കുന്നത്. ഇന്റലിജൻസ് ആരാ വായിക്കുന്നേ? Good morning. ഓക്കെ, പറഞ്ഞു. Intelligence studies have proved that there is less emotional control among the low intelligent children compared to high intelligent group. An intelligent person with his reasoning and thinking power exercises control as per the situation and makes proper use of his emotions. ഓക്കെ, ഇനി ഇന്റലിജൻസ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഫാമിലിയാണ്. ഫാമിലി കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ ക്ലോസ്ലി കണക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ജോയിന്റ് ഫാമിലി എന്ന് വരുന്ന കുട്ടിയും ന്യൂക്ലിയർ ഫാമിലി എന്ന് വരുന്ന കുട്ടിയും തമ്മിൽ ക്യാരക്ടർ വളരെ വ്യത്യാസമുണ്ടാവും. ജോയിന്റ് ഫാമിലി എന്ന് വരുന്ന കുട്ടികൾക്ക് വളരെ പേഷ്യൻസും വളരെ എന്താ പറയാ ഷെയറിങ് ഹാബിറ്റും മുതിർന്നവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ ഈ കുട്ടികൾക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും. ബട്ട് ന്യൂക്ലിയർ ഫാമിലി എല്ലാവരെയും എന്നല്ല, ന്യൂക്ലിയർ ഫാമിലി വരുന്ന കുട്ടികൾക്ക് അവർ ഷെയറിങ് ഹാബിറ്റോ കാര്യങ്ങളോ ഉണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ അവരുടെ വീട്ടില് ഉള്ള ഒരു എൻവയോൺമെന്റ്, സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫാമിലിയിലെ എല്ലാവരും തമ്മിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്, അവിടെ എല്ലാവരും ഹാപ്പി ആണെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റും പോസിറ്റീവ് ആയിട്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഫാമിലിയുടെ സോഷ്യൽ ഇമോഷണൽ സ്റ്റാറ്റസ് അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടിയോടുള്ള പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നോക്കിയത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. മെയിൻലി ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റും ഇന്റലിജൻസും ആണ് ഇന്ന് ഞാൻ നോക്കിയത്. ബാക്കിയുള്ള പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.
ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയില്ലേ? Thank you, ma'am. Thank you for teaching, guiding, and supporting to us. താങ്ക് യു. Thank you, ma'am.